പക്ഷേ ഈ വിശ്വാസത്തിന് ഹിന്ദുക്കളുടെ വിശ്വാസത്തിനിടയിലാണല്ലോ ഈ എല്ലാവരും കയറി ഇറങ്ങുന്നത്. ബാക്കിയുള്ള വിശ്വാസത്തിൽ ആരും മുസ്ലിങ്ങളുടെ വിശ്വാസത്തിൽ ആരും കയറുന്നുണ്ടോ? ക്രിസ്ത്യാനികളുടെ എന്ത് വിവാദം? മുസ്ലിങ്ങളിൽ ആരും ഇടപെടുന്നില്ല. ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിൽ ആരും ഇടപെടുന്നുണ്ടോ? എവിടെയാണ്? ഞാൻ നോർത്ത് ഇന്ത്യയിലല്ല, ഇവിടെയാണ് നിൽക്കുന്നത്. അതൊക്കെ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ തീരുമില്ല. തന്ത്രിയും കാണുകയില്ല, ശബരിമലയും കാണുകയില്ല. ഇതിപ്പോൾ വോട്ടിന് വേണ്ടിയിട്ട് അത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ അവർക്ക് പ്രതിപക്ഷത്തിന് സാധിച്ചു എന്നുള്ളത് നേരാണ്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടത്ര ഭരണകക്ഷിക്ക് സാധിച്ചിട്ടുമില്ല. അതാണ് നേര്. അതെ, അതിന് അപ്പീൽ പോകാമല്ലോ. ഹൈക്കോടതി പോകാൻ പാടില്ലെന്ന് ഒരു വിധിയെ ശരിയല്ലെന്ന് തോന്നുന്നവർക്ക് അപ്പീൽ പോകാൻ തീർച്ചയായിട്ടും അവകാശമുണ്ട്, പോകാം. താഴെ കുഴിച്ചതിനെതിരായിട്ട് എത്രയോ വിധികൾ മുകളിൽ വന്നിട്ടുണ്ട്. ഈ വിധി താഴെ അദ്ദേഹത്തിന് അനുകൂലമായിരുന്നെങ്കിൽ മുകളിൽ പ്രതികൂലമായി വരാൻ പാടില്ലേ? അത് വരാം. ഈ ശബരിമല വിഷയത്തിൽ വിശ്വാസത്തിന്റെ വഴിക്കും രാഷ്ട്രീയത്തിന്റെ വഴിക്കും വിടണമെന്നാണ് അഭിപ്രായം. അത് നല്ല കാര്യമാണ്. വിശ്വാസം അനുസരിച്ച് ചെയ്യട്ടെ. അതിനകത്ത് ഒരുപാട് രാഷ്ട്രീയക്കാർ കടന്നു കയറുന്നത് വിശ്വാസികൾക്ക് ഇഷ്ടമല്ല, സാധാരണക്കാരും ഇഷ്ടപ്പെടുന്നില്ല. വിശ്വാസത്തിന് വഴിക്ക്. പക്ഷേ ഈ ഹിന്ദുക്കളുടെ വിശ്വാസത്തിനിടയിലാണല്ലോ ഈ എല്ലാവരും കയറി ഇറങ്ങുന്നത്. ബാക്കിയുള്ള വിശ്വാസത്തിൽ ആരും മുസ്ലിങ്ങളുടെ വിശ്വാസത്തിൽ ആരും കയറുന്നുണ്ടോ? ക്രിസ്ത്യാനികളുടെ എന്ത് വിവാദം? മുസ്ലിങ്ങളിൽ ആരും ഇടപെടുന്നില്ല. ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിൽ ആരും ഇടപെടുന്നുണ്ടോ? എവിടെയാണ്? ഞാൻ നോർത്ത് ഇന്ത്യയിലല്ല, ഇവിടെയാണ് നിൽക്കുന്നത്. നമ്മളിവിടെ അതൊന്നും ഇടപെടാറില്ല. അവിടെ ഹിന്ദുക്കൾ അവരുടെ വഴിക്ക് വിടുക, ക്രിസ്ത്യാനിയുടെ വഴിക്ക് വിടുക, മുസ്ലിങ്ങളുടെയും അവരവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ എന്ന നിലയിൽ വിടുന്നതല്ലേ നല്ലത്. ഇപ്പോൾ മുൻകൈ എടുത്തിരിക്കുന്നത് മാർക്കറ്റ് ചെയ്യാൻ നല്ലപോലെ UDF സാധിച്ചിട്ടുണ്ട്, LDF സാധിച്ചിട്ടില്ല.